സുഖമാണല്ലേ? ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. ഞാനേതോ സ്വപ്നലോകത്തെത്തിയ പോലെ. സിഫോറ, നിന്റെ ഹൃദയത്തിൽ സന്തോഷമാണ് ഈ കാഴ്ചകൾ മനോഹരമാക്കുന്നത്. ഈ സന്തോഷം എനിക്കെന്നും വേണം, എൻ്റെ ആയുസ് മുഴുവനും. തീർച്ചയായും സിഫോറ, ആരോഗ്യമില്ലാതിരുന്ന എന്നെ നീ വിശ്വസിച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത സ്നേഹം കൊണ്ട് നീ നിറച്ചു. മരണം വരെ ഞാൻ നിന്നെ സ്നേഹിക്കും, നിന്നെ സംരക്ഷിക്കും. അതെന്നും നിലനിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ മൂസ ഹൊറേ പർവ്വതത്തിൽ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോശെ, മിസ്രയീമിലെ എന്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടിരിക്കുന്നു. അവരെ മോചിപ്പിക്കണം. ഞാൻ ഫറവോന്റെ അടുക്കലേക്ക് നിന്നെ അയക്കുകയാണ്. നീ എന്റെ ജനങ്ങളെ സ്വതന്ത്രരാക്കി മിസ്രയീമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. നാഥ, അവരെ മോചിപ്പിക്കുവാനുള്ള ശക്തിയോ ബുദ്ധിയോ എനിക്കില്ലെന്ന് അങ്ങേക്ക് അറിവുള്ളതല്ലേ? നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇസ്രായേലിയരുടെ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നും 3 ദിവസത്തെ വഴിക്കപ്പുറമുള്ള മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവത്തിന് യാഗമർപ്പിക്കാൻ തിരുമനസ്സുകൊണ്ട് അനുവദിക്കണമെന്നും നീ ഫറവോനോട് പറയണം. ഈ അഭ്യർത്ഥന കഠിനഹൃദയനായ രാജാവ് നിരസിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൈനീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ദൈവമേ, ഞാൻ തടിച്ച നാവുള്ളവനാണ്. ഞാൻ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും? നീ സംസാരിക്കേണ്ടതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരും. നിനക്ക് കൂട്ടായി നിന്റെ സഹോദരൻ അഹരോനെയും കൂട്ടുക. ശ്രദ്ധിക്കൂ, തിരുമനസ്സിന് മുമ്പാകെ പരാതി ബോധിപ്പിക്കാനുള്ളവർക്ക് അകത്തു വരാം. എന്താണ് നിനക്ക് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളത്? ദൈവമാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന് യാഗം കഴിക്കേണ്ടതിന് ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്നും വിട്ടയക്കണം. ദൈവമോ? ആരാണ് ഈ ദൈവം? എനിക്ക്
അനുവദിക്കണം. അവരുടെ സങ്കടം യഹോവയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. മോശെ, നീ പറയുന്നത് ഈ എബ്രായക്കാരെ മുഴുവനും ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്നാണ്. അതും ഞാൻ ഇന്നേ വരെ കാണാത്തൊരു ദൈവത്തിന്റെ പേര്. മോശെ, നിന്നെ ഓർത്ത് എനിക്ക് കഷ്ടം തോന്നുന്നു. സകലത്തിന്റെയും ഉടയവനായ യഹോവയെ പറ്റി അറിവില്ലാത്തത് അങ്ങയുടെ ബുദ്ധിമോശം. മോശെ, വാക്കുകൾ പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ പറ്റി പരാമർശിക്കുന്നതും സൂക്ഷിച്ചാവുന്നതുമാണ്. നീ ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി വീണ്ടും എന്റെ മുന്നിലെത്തി എന്തൊക്കെയോ പുലമ്പു. ഫറവോ ഫറവോ മാത്രമാണ് ശക്തനായ രാജാവ്. അതെ, എല്ലാത്തിനും മീതെയുള്ള ഒരേ ഒരു രാജാവ് ഫറവോ. സർവശക്തനായ ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് യാഗം കഴിച്ചില്ലെങ്കിൽ അടിയങ്ങൾക്ക് വലിയ ആപത്തുണ്ടാകുന്നതിന് മനസ്സിൽ. അവൻ ദൈവമാണെങ്കിൽ ആ ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതെങ്കിൽ തെളിയിക്കാൻ അടയാളം കാണിക്കേ. മോശെ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള അടയാളം മടിച്ചു നിൽക്കാതെ നീ കാണിക്കും.